ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഗവിയിൽ പോയ ഒരു വ്ലോഗുമായിട്ടാണ്. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് പോയതായതുകൊണ്ട് നമ്മൾ പത്തനംതിട്ട വഴിയാണ് ഗവിക്ക് പോയത്. അതുപോലെ തന്നെ നമ്മൾ ഗവിക്ക് പോകണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഗവൺമെൻറ് പോർട്ടലിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഗവിക്ക് പോകണമെങ്കിൽ നമുക്ക് KSRTCയുടെ ബസ്സുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് നമ്മുടെ ഓൺ വെഹിക്കിളിലും പോകാൻ പറ്റും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. 1 മന്തോ അല്ലെങ്കിൽ കുറേ നാൾ മുമ്പൊന്നും നമുക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. 2 ഡേയ്സ് ബിഫോർ മാത്രമേ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോയത് പത്തനംതിട്ട വഴി ആയതുകൊണ്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലൂടെയാണ് നമ്മൾ പോയത്. അവിടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ നമ്പറും അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ വനത്തിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മൊബൈൽ സിഗ്നലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഈ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഓഫീസുണ്ട്. അവിടെ പോയി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് പോലൊരു സാധനം വാങ്ങിയിട്ട് വേണം ഈ ചെക്ക് പോസ്റ്റിലെത്താനായിട്ട്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈമൊക്കെ ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴേ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കിട്ടിയ ടൈം വെച്ചാൽ ബിഫോർ 10 ആണ്. 10 മണിക്ക് മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റിൽ എത്തണമെന്ന് അവർ നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ അവരതിനകത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ആദ്യം എത്തിയത് മൂഴിയാർ ഡാമിൻ്റെ അവിടെ ആയിരുന്നു. മൂഴിയാർ ഡാമിൻ്റെ അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഡാമിൻ്റെ അവിടെ ഇറങ്ങുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡാമിൻ്റെ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും ഒക്കെ നോക്കി അപ്പോൾ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞു ക്യാമറയിൽ. ഇത് ശരിക്കും ഡാമിൻ്റെ അപ്പ് സ്ട്രീമാണ്. അപ്പ് സ്ട്രീം കാണാൻ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് നോക്കി കാണാനായിട്ടും അല്ലെങ്കിൽ ഒരു മഞ്ഞും അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോയി ഓരോ ചെക്ക് പോസ്റ്റിലും ഇതിൻ്റെ ഇടയ്ക്കും ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ഓരോ ചെക്ക് പോസ്റ്റിലും എത്തേണ്ട ടൈം നമുക്ക് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഓൾറെഡി നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തുന്നതിന് മുമ്പ് ഒരു റെസിപ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു. ആ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒന്നെങ്കിൽ നമ്മൾ ഫുഡ് അവിടെ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ KCB ക്യാൻറ്റീനിൽ ബുക്ക് ചെയ്യണം. വേറെ ഫുഡിനുള്ള ഒരു ഇതൊന്നും നമുക്ക് അവിടെ ഷോപ്സോ ഒന്നും ഉണ്ടാവില്ല ഗവിയിൽ എത്തിയതിന് ശേഷം. അതുകൊണ്ട് നമ്മൾ കഴിക്കാനുള്ള ഫുഡ് എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് പോവുക, അല്ലെങ്കിൽ KCB ക്യാൻറ്റീനിൽ നേരത്തെ ബുക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുവച്ചിട്ടേ പോകാവുള്ളൂ. മൂഴിയാർ ഡാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കക്കി ഡാമിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ ശരിക്കും ഒരു ഫോട്ടോ ഷൂട്ട് ഏരിയയാണ്. അവിടെ നിന്നാൽ നമുക്ക് ഡാമിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കാണാം. അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഫുൾ വ്യൂവിൽ ഡാം കാണാൻ പറ്റും. അത്രയും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമൊക്കെ കാണാം. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഹില്ലാണ്. നല്ല മഞ്ഞും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ആ ലൊക്കേഷൻ. നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമുള്ളൊരു ഏരിയ അത്. പിന്നെയും നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ കൂടെ പോകുമ്പോൾ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആനയൊക്കെയാണ്. കാരണം റോഡ് സൈഡിലെല്ലാം ഈറ്റയൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിക്കാൻ ആന വരും. പോകുന്ന വഴിക്കെല്ലാം ആനപ്പിണ്ടമൊക്കെ നമ്മുടെ റോഡിലുണ്ട്. സോ അത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു പോലീസ് വെഹിക്കിൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ പേടിയൊന്നുമില്ലായിരുന്നു. ഈ കാട്ടിലൂടെയൊക്കെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊരു പറ്റിയ ലൊക്കേഷനാണ് ഗവി. അടുത്ത സ്പോട്ടാണ് എക്കോ സ്പോട്ട്. ഇതും നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു സ്പോട്ടാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളി ലൊക്കേഷനാണ്. ചെറിയൊരു വാട്ടർ ബോഡിയൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് തിരിച്ച് കേൾക്കും നമുക്കിവിടെ. അതുകൊണ്ടായിരിക്കും ഇതിനെ എക്കോ സ്പോട്ട് എന്ന് പറയുന്നത്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. അടിപൊളിയാണ്. ചെറിയൊരു വാട്ടർ ബോഡിയാണ്. കാരണം മൊത്തം ഡാം കണ്ടിട്ട് അത് ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് ഫുള്ള് മഞ്ഞായിരുന്നു നമ്മൾ പോയപ്പം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനം ആനയാണ്. ആനൻ്റെ ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ പോലീസുകാർ നമ്മുടെ അടുത്ത് ഡയറക്ഷൻ തന്നു വിടും. സ്പോട്ടിലല്ലാണ്ട് വേറെ ഒരു ലൊക്കേഷനിലും വണ്ടി നിർത്തി ഇറങ്ങരുത്, അപകടമാണ്, സോ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അവർ നമ്മളെ ഇൻഫോം ചെയ്യും. ഇതാണ് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്, പെരിയാർ ടൈഗർ റിസർവ്. ഇതിന് ശേഷം ടൈഗർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല. കാരണം നമുക്ക് മുമ്പും കുറച്ച് വെഹിക്കിൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വെഹിക്കിളിൻ്റെ സൗണ്ട് കൊണ്ടൊന്നും ആനിമൽസ് റോഡിലോട്ട് വന്നില്ല. പിന്നെ ടൈഗറിനെ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ. ഇതാണ് കക്കി ഡാമിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. നമ്മൾ പോകുന്നത് ഡാമിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ്. ഡൗൺ സ്ട്രീം ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പം
ഈ ഡാമും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമുക്കിങ്ങനെ കണ്ട് പോകാൻ പറ്റും. ഓരോ സ്ഥലത്തും പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്. നമ്മളെടുത്ത പാസും എല്ലാം കാണിച്ച് എത്ര ആൾക്കാർ പോകുന്നുണ്ടെന്നെല്ലാം കാണിച്ചിട്ട് വേണം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാൻ. കാരണം ഈ പാസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നവരെല്ലാം ഔട്ടിലോട്ട് പോയിട്ടുണ്ടോയെന്ന് അവർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെയും കുറേ കാടുകളായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഗവി എത്താറായി. നമ്മൾ ഗവി എത്താറായി കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ബോട്ടിങ്ങും സ്റ്റേയും അങ്ങനെ KSEB അറേഞ്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ബോട്ടിംഗ് ഒന്നും പോകാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ സൈസുള്ള വലിയ മാസീവായിട്ടുള്ള സ്ട്രക്ചേഴ്സാണത്. ബേസിക്കലി സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത് എവിടെ പോയാലും. അപ്പം ഗവി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബോട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അത് നേരത്തെ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണം. ഓൾറെഡി ഗവിക്ക് KSRTC ബസ് ഉള്ളത് കൊണ്ട് ആ ബസ്സിൽ വരുന്നവർക്കാർക്കും ഫസ്റ്റ് പ്രയോറിറ്റി. അന്ന് നമ്മൾ ചെന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതിന് ശേഷമാണ് സ്ലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അലോ ചെയ്യുള്ളൂ. സോ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഓൾമോസ്റ്റ് ഗവി എത്താറായപ്പോഴത്തേക്ക് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പോർഷനിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും മഴയായിരുന്നു. നമുക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ബോട്ടിംഗ് ഉണ്ടോയെന്ന് പോലും അന്വേഷിക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എവിടെ ഇറങ്ങിയാലും മറ്റേ കുളയട്ടയുണ്ട്. ഞങ്ങൾ പോയപ്പം നമ്മുടെ കൂടെ ഉള്ളവരുടെ കാലിൽ വരെ അത് കയറാൻ സാഹചര്യം ഉണ്ടായി. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാട്ടിലായതുകൊണ്ട് ആ ഒരു അട്ടേനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സാധനങ്ങളുമായിട്ട് വേണം, ലൈറ്ററോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളും കൂടെ നമ്മൾ എടുക്കാൻ വേണ്ടി മറക്കണ്ട. നമ്മളവിടെ ചെന്നിട്ട് അവിടുത്തെ ഗാർഡിയൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നമ്മളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. കാരണം അവിടെ കുറച്ച് ഗാർഡൻ ഏരിയയും ഈ ഡാമിലോട്ടുള്ള കുറച്ച് വേസൊക്കെ അവർ അടിപൊളിയായിട്ട് ചെടിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ടൊന്നും നമ്മളകത്തോട്ട് വിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റിട്ടേൺ ആയിരുന്നു. വണ്ടിപ്പേര് ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ റിട്ടേൺ വന്ന വഴിക്കുള്ള ഒരു വാട്ടർഫോൾ ആയിട്ട് വളഞ്ഞങ്ങനെ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു വാട്ടർഫോൾ കാണിച്ചിട്ടുണ്ട്. അന്ന് വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ ഇതിൽ നല്ലോണം വെള്ളം വരും എന്നുള്ളത്. അവിടുന്ന് നേരെ നമ്മൾ ട്രിവാൻഡ്രം പോന്നു. അത്രയേ ഉള്ളൂ ഗൈസ് ഈ വ്ലോഗ്. ബൈ.